നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേൾഡ് സെൽഫ് ഡ്രൈവിംഗ് സീരീസിൻ്റെ തുടക്കം തായ്ലൻഡിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 പേരുള്ള സംഘം ബാങ്കോക്കിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ഹുവാഹിൻ എന്ന സ്ഥലത്ത് താമസിച്ചു. ഇന്നലെ രാത്രി നമ്മൾ കാഞ്ചനപുരിയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സംഘാംഗങ്ങളിൽ ചിലരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ രാവിലെ ഇവിടെ നിന്നൊരു ബോട്ടിൽ കയറി ഇന്നലെ നമ്മൾ കണ്ട ഡെത്ത് റെയിൽവേയുടെ ബ്രിഡ്ജ് വരെ പോകാമെന്ന് കരുതിയെങ്കിലും അത് 1 അവർ പരിപാടി ആയതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. നമ്മളിവിടുന്ന് കാറ് ഓടിച്ച് തന്നെ തിരിച്ചു പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് സുഖത്തായ് എന്ന സ്ഥലത്തേക്കാണ്. ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടല്ലോ, റിവർ ക്വായ് എന്ന അതിമനോഹരമല്ല അതിസാഹസികമായ ഒരു വൈൽഡായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള പാലമാണ് നമ്മൾ ഇന്നലെ ബോംബിട്ട് തകർത്തത് കണ്ടത്. ഇവിടെ ഇതൊരു പിയറാണ്. ഈ പിയറിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ആ ഡെത്ത് റെയിൽവേയുടെ പാലത്തിൻ്റെ അവിടെ എത്താം. ഇന്നലെ ഞങ്ങൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. വാഹനം വളഞ്ഞിവിടെ എത്തണമെങ്കിൽ 88 കിലോമീറ്റർ ഉണ്ട്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബോട്ടിൽ കയറി 15 മിനിറ്റ് കൊണ്ട് എത്താം. പക്ഷേ വാഹനം ഓടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ വാഹനം ഓടിച്ച് തന്നെ ഇവിടെ എത്തി. പക്ഷേ അത് നന്നായി, കാരണം നമ്മൾ അതിരപ്പള്ളി കൂടെയൊക്കെ ഓടിച്ച് പോകുന്ന അതിമനോഹരമായ റോഡുകളിലൂടെ നമ്മളിവിടെ എത്തിയത്. ഇനിയിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇവിടെ നിന്ന് സുഖത്തായിലേക്ക് പോവുകയാണ്. എന്തായാലും ഇതൊരു വൈൽഡ് പരിപാടിയായിരുന്നു ഇവിടെ നിന്നുള്ള ബോട്ടിങ്. പക്ഷേ അത് സമയം കുറേ എടുക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കൈവിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ കാഞ്ചനപുരി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്വായിലുള്ള ഒരു ബോട്ട് യാത്ര, ക്വായ് റിവറിലെ ബോട്ട് യാത്ര ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ്. മറ്റൊരു ഗംഭീര സംഭവം നമ്മൾ താമസിച്ച റിസോർട്ടാണ്. അതിഗംഭീരമായ റിസോർട്ട്, അതായത് ശരിക്കും വന്യഭംഗി എന്നൊക്കെ പറയുമല്ലോ, അത് തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ പറ്റുന്നൊരു റിസോർട്ടായിരുന്നു. ഇപ്പോൾ റിസോർട്ടാണ് ആ കാണുന്നത്. അതിൻ്റെ താഴെയുള്ള പിയറാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഈ വാട്ടർ റാഫ്റ്റിംഗ് പരിപാടിയൊക്കെ നടക്കുന്ന ഒരു റിവറാണിത്. വളരെ വൈൽഡായിട്ടുള്ള റിവർ ആയതുകൊണ്ട് അതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം ചെക്കൗട്ട് ചെയ്ത് ഇവിടുന്ന് നീങ്ങാം. അതിനു മുമ്പ് നമ്മുടെ റിസോർട്ടിൻ്റെ ഏതാനും കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങ് പോകാം. നമ്മളെ റിസോർട്ടിലോട്ട് കയറുമ്പോഴേ നമ്മളൊരുമാതിരി ആക്കുന്ന ഒരു പ്രതിമ കണ്ടോ. എന്താണ് ഇതിൻ്റെ ഭാവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പിന്നെന്താ, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. നമ്മുടെ ഫാനാ, പയ്യനാണ്, കൊച്ചു പയ്യനാണ് കേട്ടോ, കല്യാണം കഴിക്കാത്ത പയ്യനാണ്. നമ്മുടെ കൂടെയുള്ള 2-3 ചെറുപ്പക്കാരുള്ള ഒരാളാണ്. അപ്പോൾ നല്ല ഗംഭീര ആംബിയൻസ് കണ്ടില്ലേ, നല്ല രസമാണ്. ഇന്നലെ രാത്രിയിൽ ഇവിടെ നേരത്തെ ഉറങ്ങാതിരുന്നവർ പറയുന്ന 19 ഡിഗ്രി ആയിരുന്നു. ഞാനൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് 19 ഡിഗ്രി അനുഭവിക്കാൻ കഴിയില്ല. എന്തായാലും 2 പൂളൊക്കെ ഉണ്ട്. നല്ല മലയുടെ നടുക്കുള്ളൊരു ഗംഭീരമായ സ്ഥലം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂള്. നേരെ കാണുന്നത് റെസ്റ്റോറൻറ്റ്. ഇത് 1 ഓഫ് ദ പൂൾസാണ്, 2 ഉണ്ട്. അവിടെ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള കൗണ്ടറൊക്കെ ഉണ്ട്. ചുറ്റുമുള്ള ഈ ഒരു കാടിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടികളൊക്കെ കയറ്റിയാണ് നമ്മൾ പുറപ്പെടാനുള്ള പരിപാടിയിലാണ്. നല്ല വെയിറ്റാണ്. അത് നടുവുള്ളവരെടുക്കും, ഇത് നടുവില്ലാത്തവരെടുക്കും. എന്നെ കണ്ടോണ്ടാണല്ലേ അതൊക്കെ എടുത്ത് വെക്കുന്നത്. എന്നെ കണ്ടോണ്ട് ഓടിക്കാനുള്ള മടിക്ക് സാധനമൊക്കെ എടുത്ത് കൈ വെച്ചു കണ്ടോ. ഇന്ന് ദൂരം കൂടുതലുണ്ടെന്നൊക്കെ ഒരു ആത്മവിലാപം നടത്തുന്നത് കേട്ടു. അപ്പോൾ ഓടിച്ച് തുടങ്ങിക്കോളല്ലോ രാവിലെ, അങ്ങനെയാണോ? ഓക്കെ, വേണം അല്ലേ, അമ്മ ഓടിക്കാം. രാവിലെ അല്ലേ ഓടിച്ചേക്കാം, രസം. അപ്പോൾ നമ്മളിനി പോകുന്നത് സുഖത്തായിലേക്കാണ്. എല്ലാവരും കയറി കഴിഞ്ഞു, വണ്ടി റെഡി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പതിവ് പോലെ കാർ നമ്പർ 1, ഇതിൽ ഞാനും ശ്യാമും വിഘ്നേഷുമാണുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റബ്ബർ തോട്ടം, അതേപോലെ ടാപ്പിങ്ങിൻ്റെ വെട്ടി വന്നിരിക്കുന്ന വഴിയും മറ്റേ എന്താ പറയുക പാല് ശേഖരിക്കുന്ന പാത്രം അടക്കം ഒരേപോലെ ഉണ്ട്. അല്ല, റബ്ബർ എന്തായാലും നമ്മുടെ നാട്ടിലെ സ്വന്തം അല്ലല്ലോ, ഇവിടുന്നാണെന്ന് അറിഞ്ഞൂടാ, എവിടുന്നോ വന്നു.
അതുപോലെ തന്നെ നമ്മൾ കപ്പത്തോട്ടങ്ങളുണ്ട് ഇന്നലെ ഇഷ്ടംപോലെ ടപ്പിയൊക്ക. അപ്പോൾ ഞാൻ പണ്ട് വിയറ്റ്നാമിൽ പോയപ്പോൾ അവിടുത്തെ നമ്മുടെ ഗൈഡ് പറഞ്ഞു ഇവിടെ എത്നിക് ഫുഡ് ഇത് കപ്പയല്ലേ? അതെ, കപ്പ വാഴ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇത് കട്ടപ്പനയിലായിട്ടാണോ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്നൊരു സംശയം. അപ്പം ഞാനിങ്ങനെ വിയറ്റ്നാമിൽ ആദ്യം പോയപ്പോൾ എൻ്റെ അടുത്ത് ഗൈഡ് പറഞ്ഞു ഇവിടുത്തെ എത്നിക് ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ $50 എന്ന് പറഞ്ഞു. വെച്ചാൽ എത്ര രൂപയായി? 5000 രൂപയില്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ച ഗംഭീര സംഭവങ്ങളായിരിക്കും എന്ന് വിചാരിച്ചു. അവരങ്ങനെ നമ്മളെ വണ്ടി കയറ്റി ഒരു കാടിനകത്തേക്ക് കൊണ്ടുപോയി ഒരു മുളയൊക്കെ വെച്ച് കെട്ടി ഒരു വീടിനകത്ത് ഇരുത്തി. അപ്പോൾ കുറേ ഫോറിനേഴ്സ് സായിപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം ഒരു വാഴയില പോലത്തെ ഒരു ഇല കൊണ്ടുവന്നിട്ടു. അപ്പോൾ നമ്മൾ എത്നിക് ഫുഡായിട്ട് കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാധനങ്ങളായിട്ട് ആൾക്കാർ വരുന്നു. അപ്പോൾ ഒന്നിൽ ഞാൻ നോക്കുമ്പം നല്ല കപ്പ പുഴുങ്ങിയത്, അത് കൊണ്ടുവന്ന് 2 കപ്പ പുഴുങ്ങിയത് നമുക്ക് ഇട്ട് തന്നു. അപ്പോൾ വെച്ച് ഇനി എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും അതാ മുളക് ചമ്മന്തി, നല്ല പച്ചമുളക് ചമ്മന്തിയും നല്ലപോലെ എണ്ണ ചാലിച്ച് അത് ഒഴിച്ച് തരുന്നു. കഴിച്ചു എന്ന് പറഞ്ഞു. അതാണ് എത്നിക് ഫുഡ്. അപ്പോൾ ഞാനവിടെ പറഞ്ഞു ഞങ്ങൾ ദിവസം വീട്ടിൽ കോട്ടയത്ത് കഴിക്കുന്ന സാധനം എൻ്റെ പൊന്നു പോനെ എന്ന് പറഞ്ഞു. ഇതേപോലെ ഒരു അവധം പിന്നെ പറ്റി എപ്പോഴാണ് ടാൻസാനിയയിൽ പോയപ്പം ടാൻസാനിയയിൽ അവർ ഫാം ലാൻഡ് കാണിക്കാൻ കൊണ്ടുപോകും. ഇതേപോലെ $25 ഏതാണ്ടാ. അപ്പോൾ നമ്മളവിടെ പോയി ചെന്നപ്പോൾ എന്താ സംഭവം, നമ്മുടെ നാട്ടിലൊരു പറമ്പിൽ കയറുന്ന പോലെ കപ്പ വാഴ തേക്ക് ഇതേ സാധനങ്ങളെല്ലാം ഓരോന്ന് കാണിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതിൻ്റെ പൊന്നേട്ടെ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ അവിടെയുള്ള വിശദീകരിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പൈസ അങ്ങനെ പോയിട്ടുണ്ട് ആ കാലത്ത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എത്നിക് ഫുഡ് അങ്ങനെ പിടിക്കാറില്ല. പക്ഷെ പിന്നെ എത്നിക് ഫുഡ് നമ്മൾ കഴിച്ചത് ഇവിടുത്തെ സാധനം ഒത്തിരിയുള്ള സാധനമാണ്. ഈ ഈയൽ എന്ന് പറഞ്ഞൊരു പ്രാണിയില്ലേ, ഈ വിളക്ക് നമ്മൾ ലൈറ്റിലൊക്കെ വന്നിരിക്കുന്ന ഒരു ചിറകുള്ള സാധനം, അതിൻ്റെ ഫ്രൈ. അത് ഞാൻ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇവിടുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഞാനത് കഴിച്ചത് നമ്മൾ ആഫ്രിക്കയിൽ പോയപ്പം സിംബാബ്വെ ആണെന്ന് എൻ്റെ ഓർമ്മ. സിംബാബ്വെ വെച്ച് അല്ല കെനിയ വെച്ച് അതിൻ്റെ ഫ്രൈ കഴിച്ചു. അതിൻ്റെ ചിറക് കളഞ്ഞിട്ട് ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ കിടക്കും. പ്രോട്ടീൻ റിച്ച് ആണ്, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല. എന്തോ സാധനം ഇങ്ങനെ കരുമുറ കടിക്കുന്ന പോലെ തോന്നി. പിന്നെ ചീങ്കണ്ണി കഴിച്ചു, പിന്നെ കഴുത, കുതിര. അല്ല ഇതൊക്കെ നമ്മൾ കസാക്കിലൊക്കെ പോകുമ്പോഴേ അതവിടുത്തെ ഒരു മെയിൻ ഫുഡാണ്. അതൊക്കെ എന്താ ബീഫ് പോലെ ഉള്ളൂ. പക്ഷെ പിന്നെ നമ്മൾ കരഞ്ഞു പോയ സീൻ എന്താണെന്ന് വെച്ചാൽ റെയിൻഡിയർ മീറ്റ്. അത് മറ്റേ മുർമാൻസ്കി പോയപ്പം നോർത്ത് പോളിൽ പോയപ്പം അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ എല്ലാവരും റെയിൻഡിയർ മീറ്റ് കഴിക്കണം അടിപൊളി എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്ന് ഫസ്റ്റ് റെയിൻഡിയർ മീറ്റ് ഇതാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് വായിലോട്ട് വെച്ചപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും തുപ്പിക്കളഞ്ഞു. കാരണം അതിന് വല്ലാത്തൊരു ഒരു മണവും ഭയങ്കര. ഇപ്പോഴെങ്ങനെ ചോദിച്ചല്ലോ. അപ്പോൾ അത് ഒരു തരത്തിലും കഴിക്കാൻ വയ്യ. വല്ലാത്ത കട്ടിയാണ്, അതുപോലെ വല്ലാത്തൊരു ടേസ്റ്റും. എല്ലാവരും കളഞ്ഞു. അതുപോലെ റെയിൻഡിയർ മീറ്റിൻ്റെ പരിപാടി അവസാനിച്ചു. നല്ല ഒന്നാന്തരം ചക്ക ഉണ്ടായി നിൽക്കുന്നു. ചക്കത്തോട്ടമാണത്, ചക്കപ്പറമ്പ് അല്ലേ, ചക്കപ്പറമ്പാണത്. കണ്ട കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് വീടുകളുടെ മുന്നിൽ. ഇത് മൊത്തം സ്ത്രീകളാണ്. ഈ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ എല്ലായിടത്തും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. പുരുഷന്മാർ 2 അടിച്ച് രാവിലെ ഡയലോഗ് അടിച്ചിരിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം സ്ത്രീകളുടെ കയ്യിലാണ്. നമ്മൾ ഇന്നലെ കടന്നു വന്ന പാലത്തിലൂടെ തിരിച്ചു പോവാണ്. റിവർ ക്വായുടെ മുകളിൽ കൂടെയുള്ള പാലം. നമ്മളിപ്പോൾ വരുന്ന വഴി എന്താടാ ഒന്നുമില്ല പൊക്കോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇന്നലെ വരുന്ന വഴി കണ്ടപ്പോൾ നിർത്തണം എന്ന് നമ്മുടെ കൂടെ ഷക്കീറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇവിടെ കോഴിയൊക്കെ നമ്മൾ പ്രതിഷ്ഠയായിട്ട് കാണുന്നത്, കോഴി, ആന. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെയുള്ള പല കോഴികൾക്കും എല്ലാവർക്കും ഇത് കാണുന്നൊരു ആഗ്രഹമുണ്ട്. കോഴിയെ മാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ. പകലൊക്കെ കോഴിയെ മാല ഇട്ട് വയ്ക്കും, വൈകുന്നേരം ഇതിനെ പിടിച്ച് തിന്നും. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, എൻ്റെ കോഴി ദൈവങ്ങളെ കാത്തോളണം. അപ്പോൾ ഇവിടെ ആനയുണ്ട്. കോഴിയുടെ മനുഷ്യനേക്കാൾ ഹൈറ്റുള്ള കോഴികളൊക്കെ ഉണ്ട്. ഇത് കോഴി ഏതാ നമ്മളേതാ തിരിച്ചറിയാലോ പടത്തിൽ നിന്ന്, അത്രയ്ക്ക് ഹൈറ്റുണ്ട് അല്ലേ. ഞാനേതാ കോഴി ഏതാ എന്നൊരു സംശയം വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ അകത്തിരിക്കുന്ന രാജാവാണ് കേട്ടോ ഇത്. ഇത് ബുദ്ധൻ്റെ അല്ല, രാജാവാണ് സംഭവം.
ഇവിടെ നമ്മളൊരു പിറ്റ് സ്റ്റോപ്പ് എടുത്ത് എന്താണെന്ന് പറയുന്നത് മാംഗോ സ്റ്റിക്കി റൈസാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അതുവരെ പൊട്ടിക്കുന്നുണ്ട് അവിടെ, പൊട്ടിച്ചതിന് തരുന്നുണ്ട്. അത് തുറന്ന് കാണിച്ചേ എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന്. ഈ സൈഡിൽ കണ്ടോ സ്റ്റിക്കി റൈസ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇതിവിടെ ഇങ്ങനെ മുളയ്ക്കകത്ത് വെച്ചിട്ട് എനിക്ക് നമ്മളിത് കാണാറുള്ളത് മൂന്നാറിൽ പോകുമ്പം അല്ലേ, മുളയേരി എന്ന് പറഞ്ഞിട്ട് കാണുന്ന സാധനമല്ലേ അല്ലേ, അതാ തോന്നുന്നു. ഇതിൻ്റെ അകത്ത് റൈസായിരിക്കുന്നത്. ഇതിൻ്റെ അതിലൊരു സാധനം വെച്ച് ഇങ്ങനെ എടുത്ത് തിന്നേണ്ടി വരുമായിരിക്കും അല്ലേ. How to eat? You eat the stick like with the coconut milk. You only open it up. നമ്മുടെ പുട്ടുണ്ടല്ലോ, പുട്ട് അതന്നെ, വേറെ ഒന്നുമില്ല. പുട്ടിന്റെ വേറെ സംഭവം. അപ്പോൾ മുട്ടക്കറി വേണമല്ലോ. Open. എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? Open up. ഒരു ഗൃഹനാഥനാണ് കിടക്കുന്നത്. Okay. How to eat? Very easy, boss. Open your mouth. അത് വായിക്കാതെ അടിച്ചങ്ങനെ വരും അല്ലേ. ഒരു ക്യാബറ്റ് വെച്ച് വിട്ടായിരുന്നു. Shakir. ഇതിങ്ങനെ അങ്ങ് പോരും. Okay. Then. Okay. 1, 2. Okay. Alright. ഇതുണ്ടോ, ഇതാണ് മാംഗോ സ്റ്റിക്കി No റൈസ്. problem. അപ്പം ഞാനിപ്പോൾ ഈ യാത്രക്കിടയിൽ ഇപ്പം വിഘ്നേഷ്, നമ്മുടെ കൂടെ വിഘ്നേഷാണ്. അത് വിഘ്നേഷ് തായ്ലൻഡ് വന്നിട്ടുള്ള ആളാണ്. പക്ഷേ വിഘ്നേഷ് പറയായിരുന്നു നമ്മളിപ്പോൾ ഈ 3 ദിവസം തായ്ലൻഡിൻ്റെ അധികമൊന്നും ആൾക്കാർ സ്ഥിരമായി സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ പറയായിരുന്നു ഇതാണ് ശരിക്കും യഥാർത്ഥ തായ്ലൻഡെന്നും. ഞാനിത് പലതവണ എൻ്റെ പല പുസ്തകങ്ങളിലും അല്ലാതൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴും തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ബാങ്കോക്ക് പട്ടായ കൊണ്ട് അവസാനിക്കുകയാണ് പലരുടെ യാത്രകൾ. പക്ഷേ ലോകത്തിലെ ഏറ്റവും സുന്ദരമായൊരു രാജ്യമാണ് തായ്ലൻഡ്. അതായത് സഞ്ചാരികൾക്ക് ഏറ്റവും പറ്റിയൊരു രാജ്യമാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചറായാലും പ്രകൃതി ഭംഗിയായാലും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ റോഡുകൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു 1000 കിലോമീറ്ററിൽ ഇപ്പോൾ ഓടിക്കാണും. ഒരു ചെറിയ വഴികൾ പോലും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യാത്ര വരുമ്പോൾ, തായ്ലൻഡ് യാത്ര വരുമ്പോൾ ബാങ്കോക്ക് പട്ടയം കൊണ്ട് അവസാനിപ്പിക്കരുത്. കാഞ്ചനപുരി ആയാലും അതുപോലെ നമ്മളിപ്പോൾ കടന്നു വന്ന ഹുവാഹിന്, ഇനി പോകാൻ പോകുന്ന ചിയാങ് മായ്, ചിയാങ് റായ്, അങ്ങനെ കുറേ സ്ഥലം, സുഖോത്തായി, എല്ലാ സ്ഥലങ്ങളും മനോഹരമാണ്. അതുപോലെ കേരളത്തിന് സമാനമായിട്ട് നമുക്കിവിടെ ഹിൽ സ്റ്റേഷൻസ്, കടൽ, കായൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ജനതയുമാണ്. അപ്പോൾ തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഉടനെ സെക്സ് ടൂറിസം എന്ന് പറഞ്ഞ് തള്ളരുത്. അതൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ള ഒരു ഒന്നാം തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തായ്ലൻഡ്. അപ്പോൾ എല്ലാവരും മുളയരി കഴിക്കുകയാണ്. മുളയരിയല്ലല്ലോ, മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പുറപ്പെടാൻ തോന്നുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ പറഞ്ഞിരുന്നു, എല്ലാ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു, വീടിൻ്റെ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ബുദ്ധ ഒരു ട്രഡീഷൻ സാധനം ഇങ്ങനെ വയ്ക്കും. അതിന് മുന്നിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും നിവേദ്യങ്ങൾ, വെള്ളമൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഏറ്റവും രസമുള്ള കാര്യം, പലപ്പോഴും കൊക്കക്കോളയും അതുപോലെ തന്നെ ചിക്കൻ കാലൊക്കെ ഇവരിങ്ങനെ നിവേദ്യമായിട്ട് വെക്കുന്നതാണ് പല സ്ഥലങ്ങളിലും. അതുപോലെ കോഴിയില്ലാത്ത സ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും അതും വയ്ക്കും. ഒരു വീടിൻ്റെ മുൻഭാഗത്ത് ഒരു പൂജ സ്ഥലമാണിത്. അതുപോലെ തന്നെയാണ് ഈ വീടുകളുടെ മുന്നിലൊക്കെയാണ് ഇത്തരം ചെറിയ ഷോപ്പുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതായത് കുടുംബിനികൾക്ക് വെളിയിലൊന്നും പോകാതെ ചെറിയ കച്ചവടമൊക്കെ നടത്തി അത്യാവശ്യം വേണ്ട പൈസയൊക്കെ ഉണ്ടാക്കി ജീവിക്കാൻ പറ്റും. What is this? We eat the fried rice with the, you see? Oh, sauce. Bacon. Bacon. Chicken. Chicken wings. You see?
The English word is below. Yeah, The English one name is of the here. English word is below. Below. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലത്ത് കയറുന്നതാണ്. അപ്പോൾ ഇവിടെ Okay, our gentleman now order the fried rice with fried rice. ഞാനപ്പോൾ പതിവ് പോലെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഇവിടെ ഇത്തിരി ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന അത്രയൊന്നും വെറൈറ്റീസ് ഇല്ല, എങ്കിലും നല്ല മെനു കേട്ടോ. നല്ല ഭംഗിയുള്ള വലിയ മെനു കാർഡാണ്, കാണിക്കാം കേട്ടോ. മനോഹരമായ മെനു. 1, 2, 3, 4, 5, 6, 7, 8. സീ ഫുഡ് എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ബീഫിൻ്റെ സ്റ്റേക്കും അതുപോലെ തന്നെ പോർക്കിൻ്റെ സ്റ്റേക്കൊക്കെ പറഞ്ഞു, അതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ചെറിയ കിച്ചണാണ് കേട്ടോ, ഇതിനകത്താണ് മെയിൻ കിച്ചൺ. കെമ്പിക്കാം എന്ത് നീറ്റാണെന്നറിയാം അടുക്കള. വാ, ഒരു ചെറിയ സ്ഥലത്തെ ഒരു ചെറിയ ഹോട്ടലിൻ്റെ അടുക്കളയാണ്, പക്ഷെ എന്ത് രസമാണെന്നറിയോ. നമ്മൾ മാരകമായ നമ്മൾ മാരകമായ വലിയ ഓർഡറാണല്ലോ പറഞ്ഞത്, 20 പേര്. അപ്പോൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തായ് അടുക്കള, അവിടെ എല്ലാം വെജൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പി, വളരെ ചിരിച്ച മുഖങ്ങൾ. അവിടെ എൻ്റെ ഫ്രൈഡ് റൈസാണ്, നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിരിക്കും അല്ലേ ശ്യാമേ? ഞാനും ശ്യാമും സീ ഫുഡ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അതവിടെ ഇവിടെ ഒരു അപ്പച്ചൻ ഒരു ചട്ടിയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇതിൽ പല ഫുഡിൻ്റെയും കൂടെ ബുൾസായി അല്ലെങ്കിൽ സണ്ണി സൈഡ് അപ്പുണ്ട്, അതാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. നീ പാചകം വേറെ വലിയ ചട്ടികൾ. ഇവിടെ വേറെ അമ്മച്ചി എന്തൊക്കെയാണ്, അത് നമ്മുടെ സീ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അല്ല, ചിക്കനൊക്കെ കേട്ടോ, ചിക്കനൊക്കെയാണത്. അത് കട്ട് ചെയ്യുന്നുണ്ടോ എന്തായിരിക്കും, ഇത്തിരി ഗൗരവക്കാരി കേട്ടോ. വലിയ ഫ്രീസറും എല്ലാ സംഭവങ്ങളും ഉണ്ട്, ചെറിയൊരു ഹോട്ടലായിട്ടും. ഇവിടെയൊക്കെ പലതരം സോസുകൾ സാധനങ്ങളൊക്കെയാണ്. സോസ് അവിടെ ആ മൂല കാണുന്നുണ്ട്. ഇവരെല്ലാ സാധനങ്ങളും പുഴുങ്ങുന്ന സാധനമാണ് ആ കാണുന്നത്. അതിലാണ് പുഴുങ്ങൽ നടക്കുന്നത്. ഈ പുഴുങ്ങൽ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ഫ്രൈ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഒരു വലിയ കുക്കറെന്ന് പറയാം ഇപ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ എടുക്കാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബുൾസായി ഇവിടെ ചോറും എനിക്ക് തോന്നുന്നത് പോർക്കാന്ന് തോന്നുന്നു, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെയും ഇതെല്ലാം ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ എപ്പോഴും എല്ലാം അതിൻ്റെ സൈഡ് വയ്ക്കും. നല്ല സുന്ദരിയായൊരു പെൺകുട്ടി കണ്ടോ, അവളുടെ വീടാണെന്ന് തോന്നിയത്. അവരെ അമ്മയും മക്കളും കൂടെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ എല്ലാവരും വിശന്നുകൊണ്ട് എല്ലാവരും അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുക കേട്ടോ. ഉച്ചയ്ക്ക് 1:30 അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ വരികയും നിങ്ങൾ ബിയർ അടിക്കുന്ന ആളുമാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യേണ്ട സാധനമാണ് സിങ്ക എന്ന് പറയുന്നത്. തായ്ലൻഡിൻ്റെ സ്വന്തം ബിയറാണ്, ഒറിജിനൽ തായ് ബിയർ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും തിരുവിതാംകൂറുകാരായിരിക്കും, തിരുവല്ല. അതിലൊരാൾ ബാർ ഓണറും കൂടെ കേട്ടോ. പക്ഷേ ഉച്ചയ്ക്ക് ഒരു ബിയർ അടിക്കുന്നത് തെറ്റൊന്നുമില്ല. അതിനാൽ ഇവിടുത്തെ ബിയർ നമ്മുടെ ഇന്ത്യയിലെ പോലെ ഗ്ലിസറിൻ കണ്ടൻ്റൊന്നും ഇല്ല, വളരെ സുഖമാണ്. 2-3 അടിച്ചാൽ പോലും രാവിലെ ഒന്നും ഒരു തലവേദനയില്ല. അതെ, അവിടുത്തെ വെള്ളം കുടിക്കുന്ന പോലെ ഇവിടുത്തെ ബിയർ എന്നും പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ പേരും പറഞ്ഞിട്ട് എന്തായാലും പറഞ്ഞ് അടിക്കണമല്ലോ. ഞാനതായാലും പകൽ മദ്യപിക്കില്ല, അതുകൊണ്ട് ഞാൻ പകൽ അടിക്കുന്നത്. നല്ല വണ്ടി ഓടിക്കണം. ഇതിൽ ഇവരെ എല്ലാവരും മാറി മാറി ഓടിക്കുന്നതുകൊണ്ട് ചിലർക്ക് വേണമെങ്കിൽ കള്ള് കുടിച്ചവർക്ക് ഓടിക്കാതിരിക്കാം. അങ്ങനെ അവസരം കൂടി കമ്പനി തരുന്നുണ്ട് അല്ലേ. അതെ. അപ്പോൾ ഇത് പോർക്ക് സ്റ്റേക്കാണ്. നമുക്കൊരു പീസ് കഴിച്ചു നോക്കട്ടെ. ഞാൻ ഓർഡർ ചെയ്തതല്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അതെ, കാശ് കൊടുത്താൽ മതി, ഫ്രീ ആയിട്ടുള്ള സാധനമാണ്.
ഇതെടുത്തിട്ട് ഈ ഒരു കുറച്ചും എരിവ് വേണം അല്ലേ ശരിയാവുള്ളൂ. ഇത് കണ്ടോ, നമ്മുടെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന പവർ ലൈനുകൾ കണ്ടോ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വൃത്തികേടാക്കുന്ന, നാടിനെ ഏറ്റവും വൃത്തികേടാക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പോസ്റ്റേഴ്സും മറ്റൊന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനുകളുമാണ്. ഇപ്പോൾ കുറേയൊക്കെ ലൈനുകളൊക്കെ അണ്ടർഗ്രൗണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ, അതിന് പോലും ഒരു കലാപരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ വിഘ്നേഷ്? നമ്മളിപ്പോൾ ഏകദേശം ഇന്ന് രാവിലെ തൊട്ടൊരു 300 കിലോമീറ്റർ ഇറങ്ങി കാണും അല്ലേ? അതെ, അതിൽ എക്സ്പ്രസ് വേ കർവ് എല്ലാം ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട്. അതെ. തന്നെ നമ്മൾ ചെറിയ വഴികൾ കൂടെ വന്നതും നല്ല ഭംഗിയായിട്ടും ഒരു കുഴി പോലും ഒരു സ്ഥലത്തും ഇല്ല. നമ്മളത് ആക്ച്വലി നമ്മളതൊരു സ്ഥലത്ത് റെക്കഗ്നൈസ് ചെയ്തു, ഒരു കുഴിയാണ്. അപ്പോൾ അതെ, ഒറ്റ കുഴിയുണ്ട്. അതെ, ശരിയാ. നമ്മുടെ നാട്ടിലെ കുഴി ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിക്കാനായിരിക്കും ബുദ്ധിമുട്ട്. എന്നിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പറയും നമ്മൾ മറ്റേ മന്ത്രിയെ കുറ്റം പറഞ്ഞു, അത് കുറ്റം പറയും. പക്ഷെ നമ്മളിതൊക്കെ പറയുന്നത് ഈ ലോകത്ത് നമ്മൾ പല സ്ഥലത്ത് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഡ്രൈവിംഗ് ഡെസ്റ്റിനേഷൻസ് കൊടുക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം അതാ. കുറേ പേരെങ്കിലും വെളി വണ്ടി ഓടിച്ചിട്ടില്ലാത്ത കുറേ പേരെങ്കിലും എങ്ങനെയാണ് ശരിക്കും ഡ്രൈവിംഗ് നല്ല രീതിയിൽ ചെയ്യേണ്ടതെന്നും അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു ബസ്സിലൊക്കെ ഇരുന്ന് സഞ്ചരിക്കുന്ന പോലെയല്ല, നമ്മൾ പല സ്ഥലത്ത് നിർത്തുന്നു, പല കൾച്ചറുമായിട്ട് നമ്മൾ ഇടപെടുന്നു, പിന്നെ റോഡുകളുടെ നിലവാരം മനസ്സിലാക്കുന്നു, ട്രാഫിക് സൈനുകൾ മനസ്സിലാക്കുന്നു. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കൂടെ വന്ന് 20 പേരും ഇനി കേരളത്തിൽ തിരിച്ചു തന്നാൽ വളരെ നല്ല രീതിയിലായിരിക്കും ഓടിക്കാൻ പോകുന്നത്. ഒരിക്കലും അല്ലേ? 100% അതിൻ്റെ എന്തെങ്കിലും ദോഷം ഉണ്ടായെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഓടിച്ചതിൻ്റെ പേരിൽ മര്യാദയ്ക്ക് ഓടിച്ചതിൻ്റെ ഉള്ള ദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും. നമ്മൾ എത്രത്തോളം ഈ എന്താ പറയുക, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉള്ള രാജ്യം ഇത്, പക്ഷെ എന്ത് ഭംഗിയായിട്ട് ഓടിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡെസ്റ്റിനേഷൻസ് എനിക്ക് തോന്നുന്നത് ഏഷ്യൻ കൺട്രീസിൽ പലയിടത്തും വളരെ മോശം അവസ്ഥയുണ്ട്. പക്ഷേ തായ്ലൻഡും അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും പക്ഷേ അതല്ല അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വേൾഡ് സീരീസ് എന്നാണല്ലോ നമ്മളതിന് പേരിട്ടിരിക്കുന്നത്, സെൽഫ് ഡ്രൈവിംഗ് വേൾഡ് സീരീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ ഏഷ്യ അല്ലാത്ത രാജ്യങ്ങളിലേക്കും നമ്മുടെ ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് പരിപാടി കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ തായ്ലൻഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഈസിലി നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് മാത്രമല്ല. യെസ്, കാർ വൺ ഡീസൽ അടിക്കണം. എനിക്ക് നമ്മളതിൽ 7-Eleven കൂടെ ഉള്ള സ്ഥലത്ത് കയറുകയാണെങ്കിൽ ഒരു കാപ്പിയും കുടിക്കാം. പിന്നെ ആ കാപ്പി പരിപാടി അങ്ങ് തീർന്നു കിട്ടും അല്ലേ? നമ്മളിവിടുത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇവിടുത്തെ 7-Eleven എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കാണിക്കാറുണ്ടല്ലോ, ആ സൂപ്പർ മാർക്കറ്റിൽ കയറി, അത് ഗ്യാസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടാവും, അതായത് പെട്രോൾ പമ്പിൽ, അവിടെ കയറി ഒരു കാപ്പിയും കുടിച്ച് പെട്രോൾ അടിച്ചിട്ട് പോകുന്നൊരു പതിവുണ്ട്. അപ്പോൾ എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ബാക്കി രാജ്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ പ്ലാൻസ് ഉണ്ടായിരുന്നത് ഈസി ഡെസ്റ്റിനേഷൻസ് ആയ തായ്ലൻഡ്, ശ്രീലങ്ക അതുപോലുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഓവർ ദ പീരിയഡ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഫസ്റ്റ് ടൈം നമുക്ക് അവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK കൂടെ അയർലൻഡ് ഇതുപോലുള്ള ഡെസ്റ്റിനേഷൻസ് ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനാണ്. ഈവൻ ഫസ്റ്റ് ടൈം വിസിറ്റേഴ്സ് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ആ സ്ഥലം വണ്ടി കേൾക്കുന്നുണ്ട്. പെട്രോൾ പമ്പ് കാണുമ്പോൾ നിർത്താം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലങ്ങളിൽ നമുക്ക് ഓടിച്ച് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് നമുക്കൊരു 75% ആ സ്ഥലം കണ്ട് തീർക്കാം. അതെ, ഈ പലരും ഈ 5 ദിവസം കൊണ്ട് 4 രാജ്യം കാണിക്കുന്ന യൂറോപ്പിന്റെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റും, നമ്മൾ കണ്ടുവന്ന് സ്റ്റാമ്പ് ചെയ്യുന്നു എന്നല്ലാതെ ആ ഒരു അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ, അതായത് ഡ്രൈവർ റൈറ്റ് സൈഡിൽ നിന്ന് ഓടിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം അതിൽ കൊള്ളാവുന്ന, അതായത് അതിൽ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൗറീഷ്യസ്, ഫിജി അല്ലേ, മറ്റേ നമ്മുടെ മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ,
അങ്ങനെ പല സ്ഥലം. അതിൻ്റെ വേറൊരു സാധനം എനിക്ക് പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ തോന്നിയത്, മലേഷ്യ ബ്രൂണെ ബോർഡറുണ്ട്, നേരെ ഓടിച്ച് കയറാം. നമുക്ക് അങ്ങനത്തെ പല കൺട്രീസും ക്ലബ് ചെയ്യാൻ പറ്റും. അതെ, അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു 2 രാജ്യങ്ങൾ ഒറ്റയടിക്ക് പോകുന്ന ഒരു സുഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം പല കാര്യങ്ങളും ഇനി ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസിനുണ്ടാകും. സ്റ്റേ ട്യൂൺഡ് എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ കഴിക്കാൻ ഉച്ചയ്ക്ക് എല്ലാവരും പറയായിരുന്നു ഭയങ്കര രസമുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ലൊരു ഗ്രൂപ്പാണ്, എല്ലാവരും നല്ല രസ്യന്മാരും പിന്നെ വഴക്കാളികളൊന്നുമില്ല അല്ലേ. ചൊറിയന്മാരെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രൂപ്പിൽ ഒരാൾ കാണും, അതില്ല കൂടെ. പിന്നെ ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് രസിച്ചാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂട്ടായ ഒരു സാധനമുണ്ട്. ഇപ്പോൾ തന്നെ വാക്കി ടോക്കി ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. ഇപ്പം ഒരാൾക്ക് ഡീസൽ അടിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ നമുക്ക് വാക്കി ടോക്കിൽ സന്ദേശം വന്നു, ഉടനെ നിർത്തുകയാണ്. അങ്ങനെ എല്ലാവരും പരസ്പരം വളരെ യോജിച്ചുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസം ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ നിന്ന് ഇപ്പം നമുക്കറിയാവുന്ന പോലെ ദിവസവും വണ്ടി ഓടിച്ച് ലഡാക്കിലൊക്കെ പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഡ്രൈവിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അവർക്ക് എസ്പെഷ്യലി ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കോൺവോയ് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആ സേഫ്റ്റി ഉണ്ട്. വേറെ കാര്യം, നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പോലും ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. റോഡിൻ്റെ പ്രശ്നം, ട്രാഫിക്കും. പക്ഷെ എന്താണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാന്ന് പറയുന്ന സംഭവം നമുക്ക് നമ്മുടെ നാട്ടിൽ പറ്റുകയില്ല. അത് ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ആസ്വദിക്കുന്നത്. ശരിക്കും ഡ്രൈവിങ്ങിൻ്റെ ഒരു എൻജോയ്മെൻ്റ്, ഒരു ഹരവും ഒരു രസവും എല്ലാം നമ്മളിപ്പം 3-4 ദിവസമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 5-6 ദിവസം കൂടെ ആസ്വദിക്കും അല്ലേ. അതെ, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ആൽവിൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അവൻ ഒരു ദിവസം ഓടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ചോദിക്കുകയാണ് നമുക്ക് ഓട്ടോ ബാൻ ചെയ്യേണ്ടത്. അപ്പോൾ ആൽവിന് വേണ്ടി നമുക്കൊരു ഓട്ടോ ബാൻ എന്താണെന്ന് അറിയാലോ അല്ലേ പലർക്കും. അതായത് ജർമ്മനിയിലെ ഹൈവേ ആണ്. ഓട്ടോബാൻ ഹൈവേയിൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല. നമുക്ക് എത്ര സ്പീഡ് വേണമെങ്കിൽ പോകാം, യാതൊരു ലിമിറ്റും ഇല്ല. പക്ഷെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ഫൈൻ എന്താണെന്നറിയോ? എന്താണ്? പെട്രോൾ തീർന്ന് വഴി കിടന്നാൽ മാരക ഫൈനാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഭയങ്കര രസമുള്ള ഹൈവേ. അവിടെ മറ്റൊരു കാര്യം ഞാൻ വായിച്ചത്, അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്ന കാലത്ത് നടക്കുന്ന അത്രയും ആക്സിഡൻറ്റ്സ് ഇപ്പം ഇല്ല. സ്പീഡ് ലിമിറ്റ് എടുത്ത് കളഞ്ഞപ്പോൾ ആക്സിഡൻറ്റ്സ് കുറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കാർ നമ്പർ 1 സിഗ്നലിലാണ് കിടക്കുക കേട്ടോ. നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും കാപ്പ് കുടിക്കാനൊക്കെ കയറുകയാണെങ്കിൽ ഒന്ന് വിളിക്കണേ. നമ്മളപ്പോൾ അങ്ങനെ സുഖത്തായിലെത്തിയിരിക്കുകയാണ്. സുഖത്തായിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ എന്തായാലും എൻ്റെ പേര് റുവൻതായ് എന്ന് മറ്റാണ്. അവിടെ വന്നപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കുടിക്കാനായിട്ട് ഇത് തായ് ഹേർബ്സ് ഒക്കെ ഇട്ട് ഒരു എന്താ പറയുക ഡ്രിങ്കാണ്. റിഫ്രഷിങ് എനർജി ഡ്രിങ്ക് എന്നാണ് പറഞ്ഞത്. അതിവിടെ വരുന്നവർക്ക് കൊടുത്ത് സ്വീകരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു രാത്രി മാത്രമേ ഇവിടെ താമസിക്കുന്നു. നാളെ രാവിലെ നമ്മളിവിടുന്ന് ചിയാങ് മായിക്ക് പോകും. പക്ഷേ തിരിച്ച് നമ്മൾ വരുന്ന വഴി വീണ്ടും സുഖത്തായിൽ താമസിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ഹോട്ടലിൽ തന്നെ താമസം. ആ സമയത്ത് ഇവിടുത്തെ കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ രാവിലെ ഇവിടുന്ന് പോകുന്നു. ഇതൊരു ഇടത്താവളം മാത്രമാണ്, ഡിന്നർ താവളം, പിന്നെ ഉറക്കവും. നല്ല രസമുള്ളൊരു ഹോട്ടലാണ് ഇത്. നടുവിൽ സ്വിമ്മിംഗ് പൂൾ ഇത് നേരെ നടുക്കൊരു നടുമുറ്റം പോലെ സ്ഥലത്ത് കുളിക്കുന്നത് ജനത്തിന് മുഴുവൻ കാണാൻ പറ്റും. അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മുടെ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു. അയ്യോ, അമ്മച്ചി അതൊക്കെ പിടിച്ചുകൊണ്ട് കയറും. ശ്യാമിൻ്റെ റൂം താഴെയാകാൻ സാധ്യതയുണ്ട്. 10 ഒക്കെ അല്ലേ. അപ്പോൾ എൻ്റെ റൂം മുകളിൽ ശ്യാമിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി നാളെ ആക്കാം ബാക്കി കാര്യങ്ങളല്ലേ. ഓക്കെ.